ഹായ് ഓൾ, അഹദ് ഹിയർ. ഞാനിന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അൺറിയൽ എഞ്ചിൻ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എപ്പിക് ഗെയിംസ് ലോഞ്ചർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആവശ്യം വരുന്നുണ്ട്. ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമിൽ പോയ ശേഷം ഡൗൺലോഡ് എപ്പിക് ഗെയിംസ് എന്ന് സെർച്ച് ചെയ്യുക. ശേഷം ഫസ്റ്റ് തന്നെ കാണുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിൽ ഇൻസ്റ്റാൾ ഓൺ വിൻഡോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എപ്പിക് ഗെയിംസ് എന്ന് പറയുന്നൊരു EXE ഫയൽ കിട്ടും. അത് ജസ്റ്റ് നമ്മളെല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഇങ്ങനെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എപ്പിക് ഗെയിംസ് ലോഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പിക് ഗെയിംസ് ലോഞ്ചറിലേക്ക് ലോഗിൻ ചെയ്ത പാടെ നമുക്ക് ഇങ്ങനത്തെ ഒരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ലൈബ്രറി എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അൺറിയൽ എഞ്ചിൻ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി അൺറിയൽ എഞ്ചിൻ 5.4.4ഉം അതുപോലെ തന്നെ 4.0.2ഉം 4.27.2 ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 5.4 ആണ്. സോ നിങ്ങൾക്കും അത് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഈ ഡിഫറെൻറ്റ് വെർഷൻസിലുള്ളതായ കാരണം നിങ്ങളിപ്പോൾ 4.0.2 എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചില ഫങ്ഷൻസ് ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റാതെ വരും. സോ മാക്സിമം 5.4 തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ഓൾറെഡി അൺറിയൽ എഞ്ചിൻ 5.4.4 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ലോഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 14 GB സംതിങ് ആണ് 5.4 വരുന്നത്. സോ അത് ഡൗൺലോഡ് ചെയ്യുക. അത്യാവശ്യം നല്ല ടൈം എടുക്കും. സോ അത് ഡൗൺലോഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം ലോഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അൺറിയൽ എഞ്ചിൻ ലോഞ്ച് ആയ പാടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ടോപ്പ് ഡൗൺ. സോ ഞാനിവിടെ ആദ്യമായിട്ട് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോണത് തേർഡ് പേഴ്സൺ വെച്ചിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ ഗെയിംസും തേർഡ് പേഴ്സൺ ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് തേർഡ് പേഴ്സൺ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് ബ്ലൂ പ്രിന്റ് അതുപോലെ തന്നെ C++ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ ബ്ലൂ പ്രിന്റ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഗെയിം വേണ്ടതെന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൊബൈൽ വേണമെങ്കിൽ ചെയ്യാം. സോ ക്വാളിറ്റി പ്രീസെറ്റ് മാക്സിമം ഉണ്ട്, സ്കെയിലബിളും ഉണ്ട്. മാക്സിമം ചൂസ് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടർ കണ്ടന്റ് എനേബിൾ ചെയ്യുക. സ്റ്റാർട്ടർ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിഗിനർ ഡിസൈനർ ഓർ ഡെവലപ്പർ ആണെങ്കിൽ നമുക്ക് അൺറിയൽ എഞ്ചിൻ തന്നെ കുറച്ച് അസറ്റ്സ് ലൈക്ക് കുറച്ച് ക്യൂബ് അങ്ങനത്തെ സംഭവങ്ങൾ അതുപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസ് അതൊക്കെ നമുക്ക് ഓൾറെഡി അവർ തന്നെ തരും. സോ അത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ തന്നെ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. സോ ഞാനിവിടെ ലേൺ വിത്ത് അഹദ് എന്നാണ് കൊടുക്കുന്നത്. ശേഷം ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മൾ തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത പാടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആവും വരുന്നത്. നമുക്കെല്ലാം ഓൾറെഡി അവർ കുറച്ച് അസറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമുക്ക് എങ്ങനെ ഇതിനകത്തൊരു ഗെയിം ഉണ്ടാക്കാം, എങ്ങനെ ഈ ക്യാരക്ടറിനെ മോഡിഫൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ വരും.